നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കൊരു ഡൗട്ട് തോന്നി. അത് മൈഥിലി ആന്റിയോട് ചോദിച്ചു പഠിച്ചു. അതിനെന്താണ് കുഴപ്പം? കുഴപ്പം മാത്തമാറ്റിക്സിനോ നിനക്കോ അല്ല, ട്യൂഷൻ ടീച്ചറിനാ. വാ അവിടുന്ന് പാലും ബിസ്ക്കറ്റ് എടുത്ത് വെച്ചേക്കോ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവള് അമ്മയെ വെല്ലുന്ന മകളായി വളരും. ഇവിടെ ജഗദീഷിന്റെ മകളല്ല, സാക്ഷാൽ മാലതി പണിക്കരുടെ മകൾ. ചേച്ചി, അതിന് അവൾക്ക് അതേക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ലെന്നാ പറയുന്നത്. പിന്നെ എന്തിനാ അവൾ അതിനകത്ത് ജീവിക്കുന്നേ? മോക്ഷത്തിനാണോ? അവിടെ ഒരു കലാപത്തിനെങ്കിലും തിരി കൊളുത്താതെ പിന്നെ എന്ത് ജീവിതം? ചെമ്പകമംഗലത്തിപ്പോ എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും എന്നാ അവളിപ്പോ പറയുന്നത്. ദേ, അത് കേൾക്കുമ്പോഴാ എനിക്ക് കലി ഇളകുന്നു. ചെമ്പകമംഗലത്ത് ഒരു കാലത്തും സമാധാനം ഉണ്ടാവാൻ പാടില്ല. അതല്ലേ എന്റെ ലക്ഷ്യം. അവിടിപ്പോ ആ കുഞ്ഞിന്റെ ചോറൂണിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാണെന്നാ ഞാൻ അറിഞ്ഞത്. ചോറൂണോ? അതെ, ചോറൂണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താഹാരവും കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വരുമ്പോ കുഞ്ഞിനെ നമ്മൾ അവളിൽ നിന്ന് അകറ്റും. അവളുടെ മനോവീര്യവും കോൺഫിഡൻസും ഒക്കെ ഇല്ലാതാവും. നീ പറഞ്ഞു വരുന്നത് വാള് തിരയാനുള്ള അവളുടെ താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത്. അത് നീ പറയുന്നത് ശരിയാ. അതിനെന്താ ഇപ്പൊ ഒരു വഴി? ഈ ചോറൂണ് എന്ന ആശയം ആരുടേതാ? അത് പിന്നെ പറയാനുണ്ടോ? നന്ദിനിയുടേതാ. അവരാ അതിന് തുടക്കമിട്ടത്. എന്നാ പിന്നെ അതേ നന്ദിനിയെ ഉപയോഗിച്ച് തന്നെ ആ ചടങ്ങ് നമുക്കങ്ങ് തടയാം. മനസ്സിലായില്ല. മനസ്സിലാക്കണമെങ്കിലേ തലയ്ക്കകത്ത് കളിമണ്ണ് പോരാ, കാര്യമായിട്ട് എന്തെങ്കിലും വേണം. പറഞ്ഞു തരാം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ക്രൂക്ഡ് ആയിട്ടുള്ള ബുദ്ധികൾ? ആ, അതൊക്കെ കിട്ടുന്നു. നന്ദിനി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ചെമ്പകമംഗലത്തുള്ളവര് ഒരു ചടങ്ങും നടത്തില്ല. അത് 100% കറക്റ്റ് തന്നെ. പക്ഷേ ഈ ഐഡിയ എങ്ങനെ വർക്കൗട്ട് ആക്കും? ആ, അതിനും ഒരു വഴിയുണ്ട്. ആ, ഞാനൊരു മെഡിസിൻ തരാം. അതെങ്ങനെയെങ്കിലും മൈഥിലിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനു വേണ്ടി നിന്റെ ചേച്ചിയുടെ കുട്ടികളെ ഉപയോഗിക്കണം. കുട്ടികളെന്ന് പറയാൻ ഒരാളെ അവിടെ ഉള്ളൂ. മൂത്തവൻ ഹോസ്റ്റലിലാണ്. ആ, അത് കുഴപ്പമില്ല. നന്ദിനിക്ക് വേണ്ടി ഞാൻ തരുന്ന മരുന്ന് ചായയിലോ മറ്റോ കലർത്തി അവക്ക് കൊടുക്കണം. അവൾ ഛർദിച്ച് ഹോസ്പിറ്റലിലാവണം. ഹോസ്പിറ്റലിൽ അവളായാൽ അവളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഞാനിങ്ങ് വിലക്കെടുക്കും. എന്നിട്ട് ആ, നീ വാ, ആ മരുന്ന് ഞാൻ തരാം. വാ. അശ്വിനല്ലേ ഹോസ്റ്റലിൽ? അതിഥി ഡെയിലി വീട്ടിലേക്ക് പോവുമല്ലോ. സമയായല്ലോ, എന്നിട്ട് ഈ സ്കൂൾ വിടാത്തെന്താ? ആ മോളെ അതിഥി, മോളെ. അങ്കിൾ എന്താ ഇവിടെ? അങ്കിൾ ഒത്തിരി നാളായില്ലേ എന്റെ പൊന്നുമോളെ കണ്ടിട്ട്. മാലതി ചേച്ചി വരുന്നതിന് മുമ്പ് സ്ഥലം വിടണം. ഇതാ എന്റെ മോക്ക് ചോക്ലേറ്റ്. ഹായ്, താങ്ക് യു അങ്കിൾ. പിന്നെ വേറൊരു പാക്കറ്റ് അങ്കിള് മോളുടെ കയ്യിൽ തന്നു വിടും. അത് മോള് മൈഥിലി ചേച്ചിക്ക് കൊടുക്കണം. കൊടുക്കാം.
ആരോടും പറയരുത്. പറയോ? ഇല്ല. ആ, പ്രോമിസ്? പ്രോമിസ്. ആ, ഗുഡ് ഗേ. ആരോടും പറയാതിരുന്നാലേ അങ്കിൾ ഇനിയും ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. മോക്ക് മനസ്സിലായോ? പിന്നെ ഇപ്പൊ അങ്കിൾ ഇവിടെ വന്ന കാര്യം അമ്മയോട് പോലും പറയരുത്. പറയില്ല അങ്കിൾ. ആ, നല്ല കുട്ടി. എന്നാ പിന്നെ അമ്മ വരുന്നിടത്ത് പോയിരുന്നു. ബൈ അങ്കിൾ. ബൈ. ആന്റി, ഇതെന്താ എന്റെ അടുത്ത്? പറയാം. ഞാൻ അങ്കിള് പറഞ്ഞിട്ട് വന്നതാ. വൈശാഖ് അങ്കിൾ. ഇത് ആന്റിക്ക് തരാൻ പറഞ്ഞു വൈശാഖ് അങ്കിൾ. ആന്റി, എനിക്ക് ഒളിച്ചിരിക്കാൻ കുറച്ച് സ്ഥലം കാണിച്ചു തരാവോ? അതെന്തിനാ? ഇതാ ആരും കാണാതെ തിന്നാനാ. വൈശാഖ് അങ്കിള് തന്നതാ. ആണോ? അമ്മ പോലും അറിയരുതെന്നാ അങ്കിള് പറഞ്ഞേക്കുന്നത്. അവിടെ ഇരുന്ന് കഴിച്ചോ. കുഞ്ഞിന് ചോറൂണ് നടത്തി കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റാൻ നന്ദിനി കൊണ്ടുവന്ന പ്ലാൻ, അത് പൊളിച്ച് നന്ദിനിയെ തന്നെ ഹോസ്പിറ്റലിലാക്കുക. അത് കൊള്ളാം. നന്ദിനി ഹോസ്പിറ്റലിലായാലേ അടുത്ത കാര്യം അവൻ നോക്കിക്കോളും. ഈ ഗുളിക എങ്ങനെ ഈ നന്ദിനിക്ക് കൊടുക്കണം? കത്തിൽ NB ഇട്ട് വേറെന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ചോറൂണ് നടക്കുന്നതിന് 2 ദിവസം മുമ്പേ ഈ മരുന്ന് കൊടുത്തിരിക്കണം. അത് കൊടുക്കുമല്ലോ. ആന്റി, കത്ത് വായിച്ചോ? അതൊക്കെ വായിച്ചു. മോള് ചോക്ലേറ്റ് മുഴുവൻ കഴിച്ചോ? കഴിച്ചു. ഞാൻ ഈ ചോക്ലേറ്റേ ഒളിച്ചു നിന്ന് കഴിച്ച കാര്യം അമ്മയോട് പറയരുത് കേട്ടോ. ഇല്ല, നീ എനിക്കൊരു ഉപകാരം ചെയ്തു, പകരം ഞാൻ നിനക്കും ഒരു ഉപകാരം ചെയ്തു. അത്രേ ഉള്ളൂ. താങ്ക് യു ആന്റി. അതിഥി, നീ എന്താ സ്കൂളിൽ നിന്ന് വന്ന പാടെ ഇവളുടെ മുറിയിലോട്ട് വന്നത്? മാത്തമാറ്റിക്സിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്താലേ എനിക്കിന്ന് ഹോംവർക്ക് ചെയ്യാൻ പറ്റൂ. അത് മൈഥിലി ആന്റി പറഞ്ഞു തന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന മിസ്സുമാർക്കൊന്നും ഒരു ചുക്കും അറിയില്ലേ? വീട്ടിൽ വന്നൊരു പഠിത്തം. ട്യൂഷൻ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു ഡൗട്ട് തോന്നി. അത് മൈഥിലി ആന്റിയോട് ചോദിച്ച് പഠിച്ചു. അതിനെന്താണ് കുഴപ്പം? കുഴപ്പം മാത്തമാറ്റിക്സിനോ നിനക്കോ അല്ല, ട്യൂഷൻ ടീച്ചറിനാ. വാ അവിടുന്ന്. പാലും ബിസ്ക്കറ്റ് എടുത്ത് വെച്ചേക്കോ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവള് അമ്മയെ വെല്ലുന്ന മകളായി വളരും. ഇവിടെ ജഗദീഷിന്റെ മകളല്ല, സാക്ഷാൽ മാലതി പണിക്കരുടെ മകൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.